അപ്പോ ഇത് എക്സാക്ട് ഇതിന്റെ പേരെന്താ സ്ഥലത്തിന്റെ? ബത്തലകുണ്ട് തന്നെ. ബത്തലകുണ്ട്. അതിന്റെ ഉള്ളിൽ വേറെ സ്ഥലത്തിന്റെ പേരൊന്നും ഉണ്ടാവൂല? ബത്തലകുണ്ട് തന്നെ. ഓക്കെ, അപ്പൊ നമ്മൾ ബത്തലകുണ്ടിലാണ് ഗായ്സ് ഉള്ളത്. ബത്തലകുണ്ടില് ഒരു വീട്ടില് അമ്മേ ചുട്ടു പൊള്ളുന്നു ഗായ്സ്. വെറുതെ വേഗം ഉണങ്ങൂന്ന് നീ പറഞ്ഞത് അതാ മനസ്സിലായി. എന്തുകൊണ്ടും അലക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഗായ്സ്. മിനിയാന്ന് ഞാൻ മഴ നനഞ്ഞ ജീൻസ് ഇപ്പോഴും മഴ നനഞ്ഞിട്ടുണ്ട്. സോ അതിനെ അലക്കിയിട്ട് ഉണക്കാം ഗായ്സ്. ഇവിടെ നല്ല ചൂടാണ്. നാട്ടിൽ ഫുൾ മഴയാകുമ്പോ ഇവിടെ നല്ല ചൂടല്ലേ? നല്ല രസം. ആകാശം നോക്കിയുണ്ട് വേണ്ട, എന്തൊക്കെയോ സൗണ്ട് ഉണ്ട്, പടക്കം. പക്ഷെ രാത്രി കൊടൂരമായ തണുപ്പായിരുന്നു, പകല് നല്ല കൊടൂരമായ ചൂടും. അങ്ങനെയാണ് പൊതുവെ തമിഴ്നാട് എന്നൊക്കെ പറഞ്ഞാൽ. അങ്ങനെ അങ്ങനെയാണ്. മഴ പെയ്യാത്തതാണ് ഇവിടെ നല്ലത്. ചെളിവെള്ളമായിരിക്കും അല്ലേ? ഇവിടെ അല്ല, മറ്റേ റോഡിന്റെ സൈഡിലൊക്കെ. പക്ഷെ ഇവിടെ വരണം എപ്പോന്നറിയോ? രാവിലെ നേരത്തെ. അപ്പൊ അയ്യമ്മേ പൊളിയായിരിക്കും. യെസ്. അപ്പൊ ഇന്ന് നമ്മളെ ഗുഡ് മോർണിംഗ് ആണ്. ഗുഡ് മോർണിംഗ് അല്ലല്ലോ ശരിക്കും, ഗുഡ് ആഫ്റ്റർനൂൺ ആയിട്ടുണ്ട്. പക്ഷെ നമ്മള് കുറച്ച് ലേറ്റ് ആയിപ്പോയി ഉറങ്ങാൻ. സോറി, ഉറങ്ങാനും എണീക്കാനും മൊത്തത്തിൽ ഒരു ലേറ്റ് ആണ്. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണൂലേ, ഇങ്ങനെ മുകളിലൊക്കെ വന്ന് ഉറങ്ങുക, അങ്ങനെയൊക്കെ. അങ്ങനത്തെ സെറ്റപ്പാണ് ഇവിടെയൊക്കെ. പക്ഷെ കാല് പൊള്ളുന്നു ഗൈസ്. എന്തായാലും നമുക്ക് ഇവിടെ നിൽക്കാം. ഞാൻ ഒന്നൊരു ബാക്ക് സൈഡിൽ കൂടി കുറച്ച് വീഡിയോസ് ഒക്കെ ഞാനിങ്ങനെ ക്യാപ്ചർ ചെയ്യാം. ഓക്കെ. ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് തമിഴ്നാട്ടിലെ മനോഹരമായ ബത്തലകുണ്ട് എന്ന സ്ഥലത്തേക്കാണ്. കൊടൈക്കനാലിലേക്കുള്ള പ്രധാന കവാടം എന്നറിയപ്പെടുന്ന ഈ പട്ടണം പ്രകൃതി സൗന്ദര്യവും കാർഷിക സമൃദ്ധിയും കൊണ്ട് പ്രശസ്തമാണ്. ഇവിടെ എത്തിയാൽ തണുത്ത കാറ്റും പച്ചപ്പാർന്ന കാഴ്ചകളും മനസ്സിന് ഒരു പ്രത്യേക ശാന്തത നൽകും. കോടെ മലനിരകളുടെ അടിവാരത്തുള്ള ഈ പ്രദേശം പച്ചക്കറികളുടെയും പഴങ്ങളുടെയും വലിയ വിപണിക്കായി പ്രശസ്തമാണ്. വാഴ, തേങ്ങ, തക്കാളി, ക്യാരറ്റ് തുടങ്ങിയ നിരവധി കാർഷിക ഉൽപ്പന്നങ്ങൾ ഇവിടെ നിന്ന് വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നു. ബത്തലകുണ്ടിന്റെ തെരുവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നാട്ടിന് പുറത്തിന്റെ ലാളിത്യവും തമിഴ് സംസ്കാരത്തിന്റെ സൗന്ദര്യവും ഓരോ നിമിഷവും അനുഭവിക്കാം. വഴിയോര കച്ചവടങ്ങൾ, നാട്ടുകാരുടെ സ്നേഹപൂർവമായ പെരുമാറ്റം, ചുറ്റുമുള്ള മലനിരകൾ, ഇതെല്ലാം ഈ യാത്രയെ കൂടുതൽ മനോഹരമാക്കുന്നു. പ്രകൃതിയെയും യാത്രകളെയും ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് ബത്തലകുണ്ട്. ഇവിടെ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും മനസ്സിൽ എന്നും നിലനിൽക്കുന്ന മനോഹരമായ ഓർമ്മകളായി മാറും. റീൽസിൽ ഞങ്ങൾ അതിവിദഗ്ധരല്ലെങ്കിൽ കൂടിയും ഞങ്ങളാൽ കഴിയുന്ന വിധം ഞങ്ങൾ കുറച്ച് റീൽസ് ഞങ്ങളുടെ ഒരു മെമ്മറിക്കായിട്ട് എടുത്തു വെച്ചു. കാരണം എപ്പോഴും ഇത്തരത്തിലുള്ള ഒരു കണ്ടുമുട്ടൽ ഉണ്ടാവാറില്ല. സോ നമ്മൾക്കതൊരു ഗുഡ് മെമ്മറി ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ 2-3 റീൽസും കൂടി എടുത്തായിരുന്നു. അതിൻ്റെ ഒരു ബിഹൈൻഡ് ദ സീനാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ചെറിയൊരു ഓർമ്മയാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ലോങ് വീഡിയോയിൽ അതൊക്കെ കൂടി ഇരിക്കട്ടെ എന്ന്. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെസ്സേജിങ്ങിലോ കോളിങ്ങിലോ ഒന്നിലും അത്ര ആക്റ്റീവ് അല്ല. എന്നാലോ നമ്മൾ നേരിട്ട് മീറ്റ് ചെയ്യുമ്പോൾ ഫോണൊന്ന് മാറി നിൽക്കും. സത്യം പറയാലോ, അങ്ങനത്തെ ഒരു ബോണ്ടിങ് ആണ്. എവിടെ വെച്ച് നമ്മൾ നിർത്തിയോ അവിടെ വെച്ച് തന്നെ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു കണക്ഷൻ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഒരു ബോണ്ടാണ് നമ്മൾ തമ്മിൽ. സംസാരിക്കാം. അപ്പൊ കളിച്ചോ. ഞാൻ പറഞ്ഞില്ലേ വേറെ വല്ലതും പറ. നോക്കണ്ട നടക്കുന്നു ഇവിടെ കാണിക്കുന്നു. നടക്കണം. പേടിച്ചിട്ട് നടക്കല്ലേ? ആരാ ഞാൻ
നമ്മളിപ്പോൾ എവിടെയാണ്? വാസൽ. എന്ത് വാസൽ? പള്ളിവാസൽ അല്ല, പിന്നെ വാടിവാസൽ. വാടിവാസൽ, അതാണ് നമ്മുടെ ഷോപ്പിന്റെ പേര്. നമ്മൾ പ്രൊമോ ഒന്നുമല്ല. നമ്മൾ അങ്ങനെ വന്നു. ബാഗില്ല, ബാക്കിയല്ല അല്ല, അതിനൊക്കെ ബാഗ് ഒക്കെ പറയൂ. അപ്പം അത്രേ ഉള്ളൂ. എന്തൊക്കെ പറയാം, സത്യം പറയാമല്ലോ, ഇന്ന് ഞങ്ങൾ മൊത്തം സംസാരിച്ച് തീർത്തു. പകൽ സമയം നമ്മൾ സംസാരം തീർന്നിട്ടില്ല. പക്ഷെ ഇന്ന് ദിവസം നമ്മൾ സംസാരിച്ച് രാവിലെ തുടങ്ങിയ സംസാരം പല്ല് തേച്ചില്ല, സംസാരിച്ച് ഇടയ്ക്കെപ്പോഴോ അമ്മ വന്ന് പറഞ്ഞു, നിങ്ങളെന്താ ഫുഡ് കഴിക്കണില്ലേ, ഒന്നും ചെയ്യണില്ലേ, ചായ കുടിക്കണില്ലേ എന്ന് പറഞ്ഞപ്പോൾ യെസ്, നമുക്ക് ഓർമ്മ വന്നില്ലേ. അങ്ങനെ ഓർമ്മ വന്നപ്പോൾ നമ്മൾ എന്താക്കി, പല്ല് തേക്കാൻ പോയി. പിന്നെ നമ്മൾ വീണ്ടും സംസാരം കഴിച്ചു. അങ്ങനെ മൊത്തത്തിൽ ഒരു സംസാര ദിവസമായിരുന്നു. രാത്രിയാണ് നമ്മൾ പുറപ്പെടുന്നത്. നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. സോ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻസ് ഒക്കെ. നാളെ ഞാൻ ഇവിടെ സ്കൂട്ടാവുന്നതായിരിക്കും. പക്ഷെ എന്നാലും വിചാരിച്ചത്ര വ്ലോഗ് എടുക്കാൻ പറ്റില്ല. കാരണം സംസാരത്തിന് മുഴുകി അങ്ങോട്ട് പെയ്ത് ഇറങ്ങി. ഏതാ ഇവൻ പറ, തമിഴ് ഏതാവത് പേസുണ്ടോ? നീ ആര്? വിജയ് உனக்காக எது எடுத்துட்டு எஸ், ஏதாவது இவெண்ட் மேனேஜ்மெண்ட் ஃபங்க்ஷன் அந்த இருக்குன்னா உங்களை காண்டாக்ட் பண்ணலாம்டா. 2 பேரும் இருக்கீங்க. வரலாம், பார்க்கலாம். இது நம்ம வந்து கொஞ்சம் ஜூஸ் குடிக்க போறோம். ஓகே, என்ன ஜூஸ் நம்ம சொல்லியிருக்கோம்? அப்படி கேட்டா எங்களுக்கு தெரியாது, அதனால வந்ததுக்கு அப்புறம் காமிக்கிறேன். ஓகே, இதெல்லாம் பார்த்தா 2-3 வருஷத்துக்கு முன்னாடி நான் பண்ணிட்டு இருந்த மாதிரி இருக்கு. போற இடத்துல எல்லாம் கேமரா நாட்டுல மொத்தம் கீங் கொண்டு நடக்குது. என்ன சொல்லு, என்ன வச்சிருக்க? கீ வச்சிருக்கேன். எதுக்கு? இது பைக்கோட லாக், அதாவது மெயின் லாக். ஓகே. இது பெட்ரோல் டேங்க். ஓகே. இது பேட்டரி. உன்னோட பைக்குக்கு எல்லாத்துக்குமே வேற வேற கீயா? அது பைக்ல இருந்தா பரவாயில்லை. அப்ப இது இல்ல பேட்டரிக்கும் டேங்குக்கும் இந்த 2 கீ செட் ஆகும். இது வந்து ஆபீஸ் கீ, திண்டுக்கல்ல இருக்கிற ஆபீஸுக்கு கீ. அதுக்கு 3 கீ, 2 കീ സ്പെയർ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുമെന്ന് വെച്ചാല്, പോയാൽ എല്ലാം പോകണം, അതാണ് എന്റെ ഉദ്ദേശം. അല്ലെങ്കിൽ പോവാണെങ്കിൽ കുടുംബത്തോടെ പോകണം. കുടുംബത്തോടെ പോകണം. அப்படினால நீ நினைச்சு அந்த கீஸ்ல போட்டுருக்கேன். மொத்தம் 3 கீ, 1 கீ வீட்டுல இருக்கு. அம்மா மேலே ஒரு பைப் இருக்கும், பார்த்தாங்கன்னா தின்னாரே கேமரா ஓடுது, நல்லாவே இல்லைனாலும் அப்படின்னு சொல்லுவாங்க. ഈ സാധനം ഈ വെള്ളത്തിൽ, ഈ സാധനം അവന്റെ, ഇത്
ചൂടുമ്പോ അവൻ എന്റേത് മാത്രം വന്നില്ല ഐസ്. ഒരു മൈനോ എന്റെ ശരി എന്തല്ല അത് ഞാൻ ഇട്ടോട്ട് പോകുന്നതായിരുന്നു. സ്മൈൽ അപ്പൊ എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു കൊടുക്കണം. ഇല്ലമ്മ നല്ല ഗൈസ് അവര് കൊറേ ലേറ്റ് ആയത് എന്തിനാന്നറിയോ? എന്താണ് ഹാർട്ട് ഷേപ്പിലുള്ള സാധനം, സ്റ്റാർ ഷേപ്പിലുള്ള ബത്തക്ക, പിന്നെ പച്ച കളറില് ഞാനിപ്പോ ഏത് തിന്നും ഗൈസ്. കുറച്ച് കൺഫ്യൂഷൻ ആണ്. ചേട്ടൻ കഥ കടയൊക്കെ പ്രമോഷൻ ചെയ്ത് കൊടുക്കുന്നു. ഓൾമോസ്റ്റ് നിങ്ങൾ പമ്പരം കറക്കണ പോലെ ഡ്രാഗൺ ഫ്രൂട്ട് ജെല്ലി മിഠായി அது சாப்பிடாம நீ போயிட்டு வச்சுக்கோ. இதுல போகணும் சொன்னா அப்படி நம்ம വീട്ടണില്ല. ആയിട്ട് വേണം കേട്ടോ. ஆமா நல்லா இருக்கு ஜெல்லி பீஸ். Thank you.